ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് ഒരു റെസിപ്പി കാരണം തിരിച്ച് സർപ്രൈസ് കിട്ടിയ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ആക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ, കാരണം നിങ്ങൾക്ക് എന്തായാലും ഈ റെസിപ്പി ഉപകാരമാവും. അത്ര ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയതുകൊണ്ടാട്ടോ ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അപ്പോൾ മക്കളെ സ്കൂളിൽ ഓണപ്പരിപാടി ഉണ്ടായിരുന്നു. അപ്പം തലേന്ന് ഞാൻ ടീച്ചർക്ക് വിളിച്ചിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പം എല്ലാ പേരൻറ്റും ഓരോന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ബേബി ചെറുതായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ അവർ കരുതിയതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒരു സർപ്രൈസ് ആയിട്ട് എന്താ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ കാഷ്വൽ ടോക്ക് ഇങ്ങനെ വെറുതെ ചെയ്തപ്പോൾ കൂട്ടുകറി ആയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതുതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ തലേന്ന് രാത്രി തന്നെ കടലൊക്കെ വെള്ളത്തിട്ട് വെച്ചു. പിന്നെ എന്താ പറയുക, നമ്മൾ ചേനയും പച്ചവാഴയ്ക്കും അരിഞ്ഞാണ്ട് വെള്ളത്തോടൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. പിറ്റേന്ന് രാവിലെ ഞാൻ ആദ്യം തന്നെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കടല വേഗം വേവിക്കാനായിട്ട് വെച്ചു. ഞാൻ ഒരു 4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പിറ്റേന്ന് തേങ്ങ ചിരകാനുണ്ടായിരുന്നു. അത് ചിരകാൻ തലേന്ന് സമയം കിട്ടിയില്ല. അപ്പോൾ ഇത് ബേബി എഴുന്നേറ്റു. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരകി ഇത് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയപ്പോൾ അവരാകെ സർപ്രൈസായി. കാരണം ഞാനൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഉണ്ടാക്കി, എന്തിനാ ബുദ്ധിമുട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. കുഴപ്പമില്ല, എന്നാലും ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞു. അവർ വാങ്ങി വെച്ചു. അങ്ങനെ എന്നാൽ ശരി, ഓക്കെ, എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടുന്ന് പോന്നു. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മളെ ഇതിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അരിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് എന്താ പറയുക, അധികം വെള്ളമില്ലാതെ നല്ലവണ്ണം അരിച്ചെടുക്കുക. അപ്പോൾ ഈ കടല ഇതാ അവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം ഞാൻ ഒരു 4 വിസിൽ വരെ വേവിച്ചിട്ടുണ്ട്. നല്ല ഉടഞ്ഞ് കിട്ടാത്ത കുളത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പോട്ട് വെച്ചിട്ട് ചേനയും പച്ചവാഴയ്ക്കും കൂടി ഒപ്പം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ആദ്യം വിചാരിച്ചു കുക്കറിൽ വെക്കാമെന്ന്, പിന്നെ കുക്കറിൽ വെച്ചാൽ അധികം ഉടയൊന്ന് വിചാരിച്ചിട്ട് പോട്ടിലേക്ക് തന്നെ ഇട്ടു. അപ്പോൾ ഇത് രണ്ടും ഒപ്പം തന്നെ വേവിച്ചെടുക്കുക വിചാരിച്ചു. ഒപ്പം കുറച്ചും അതായത് നല്ല ഉടഞ്ഞ് കിട്ടും ചെയ്യരുത്, എന്നാൽ പൊടിക്ക് കടിക്കാൻ കുട്ടികൾക്ക് കിട്ടും വേണം. ആ കോലത്തിലൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് അതായത് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി ഉണ്ടല്ലോ, മുളക് പൊടി, കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം എന്താ പറയുക, വേവുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടോ. അതായത് കുരുമുളക് പൊടി കുറച്ചൊരു പൊടിക്ക് ഏറെ ഇട്ട് കൊടുക്കുക, മുളക് പൊടി അതിനും കുറച്ച് താഴെ ഇട്ട് കൊടുക്കുക. അങ്ങനെയാട്ടോ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും മാറ്റി കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർത്താണ്ട് ഇത് ഇവിടെ വേവിക്കാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയും ഞാൻ ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്തോ, എന്തായാലും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതായത് വെന്ത് വന്നപ്പോൾ ഞാൻ കടലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചില്ലേ വെള്ളം ചേർക്കാതെ, അതായത് പൊടി കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടല്ലോ, ആ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ചേനയും ഇതും വെന്തണോയെന്ന് ചോദിച്ചാൽ വെന്തിട്ടുണ്ട്. എന്നാലും ചെറുങ്ങനെ ഒരു പൊടിക്ക് നമ്മളിങ്ങനെ പൊടിയുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് ആണല്ലോ, അങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര വെള്ളം കുറേശ്ശെ ചേർത്ത് ഇങ്ങനെ നമ്മളെന്താ പറയുക, അതിങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ ഒരു എന്താ പറയാമെന്ന് എനിക്കറിയുന്നില്ല, ഇങ്ങനെ ഇളക്കി ഇതാക്കി കൊടുത്ത് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായി. ഇനി വറവിടണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചേന ഇത് ഉണ്ടാക്കിയാൽ കുരുമുളക് കുറവാണെങ്കിൽ മാത്രം നമ്മളിപ്പോൾ തേങ്ങ ഇടുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അതല്ല കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ നല്ല വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് കൊടുക്കുമല്ലോ, അതായത് ശർക്കര വെള്ളം ഒഴിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറുക്കി എടുത്തുകാണ്ട് ചെയ്യട്ടോ. അപ്പോൾ ഈ വറുത്ത സാധനം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത തേങ്ങ കുറവായതുകൊണ്ട് പിന്നെ ഞാൻ ചെറുങ്ങനെ ഒന്നും കൂടി ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇനി ഞാൻ സർപ്രൈസ് ആകാനുള്ള കാരണം പറഞ്ഞുതരാം. ഇത് ഞാൻ കൊടുത്തു, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു പോന്നപ്പോൾ രാത്രിയായപ്പോൾ എനിക്ക് 3-4 ടീച്ചർമാർ പേഴ്സണലി വിളിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂട്ടുകറിൻ്റെത്, എന്താണ് എന്നോട് റെസിപ്പിയൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ആകെ ഷോക്കായി. കാരണം നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഷെയർ ആക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അത്രയും ഫീഡ്ബാക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.